അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് കുട്ടികൾക്ക് മദ്രസ ഇല്ലാത്തപ്പോൾ സമയം 6 മണിയായിരിക്കണം. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് ഇട്ടിട്ടുള്ളത്. കുട്ടികളൊക്കെ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കണം, ചോറ് വെക്കണം, എല്ലാ പണികളും നോക്കണം കേട്ടോ. പരിപ്പും ചീരട്ട് വെക്കണം. അപ്പോൾ അതിന് കുക്കറെടുത്ത് പരിപ്പ് എടുത്തിട്ട് അതൊക്കെ കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും വെള്ളമിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കേണ്ട. അപ്പോൾ 2 വിസിലും മതിയല്ലോ. അപ്പത്തിന് ബാക്കിയുള്ള പണികൾ ചെയ്യും. അപ്പത്തിന് അത് വെന്തോളം അവിടെ കിടന്നിട്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ചോറിനുള്ളതും അടുപ്പത്ത് വെച്ചിട്ടാ. ഇനി രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മുട്ടപ്പത്തിരിൽ കോട്ടടാന്നറിയില്ല, അത് ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള അരിപ്പൊടിയും മൈദയും പിന്നെ മുട്ടയും ഉപ്പും വെള്ളം ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് അതവിടെ കിടന്ന് ചൂടായിക്കോളൂ കേട്ടോ. ഇനി പരിപ്പിലേക്കുള്ള ചീര മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഒരു 4-5 കവറിൽ ചീര ഉണ്ട്. അതിപ്പോൾ അത് മുറിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അത് മുറിച്ച് വരുമ്പോഴത്തേനും ഇവിടെ പരിപ്പൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവയൊക്കെ കളഞ്ഞിട്ട് അത് തുറന്ന് നോക്കുന്നത് ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ചീര അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടത് വേവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ പരിപ്പിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടപ്പത്തിരി ചൂടണുണ്ട് കേട്ടോ. അപ്പോൾ കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വൃത്തിയാക്കിയിട്ട് ഇനി അത് കായം പറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും അതിൽ മസാല പിടിച്ചാൽ അത് വറുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പണി അതിൻ്റെ കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് പൊട്ടിക്കാൻ വെച്ച് പിന്നെ പച്ചക്കറി കടുക് ഇറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുകും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് അത് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തെ മക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ കക്ക വറുത്ത് തലേദിവസത്തെ മീൻ ഉണ്ടായിരുന്നു, അത് ഒന്ന് ചൂടാക്കി ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത്. ഇനിയെന്ന് പറഞ്ഞാൽ പാലിൻ്റെ പാട കുറച്ച് ദിവസമായി 2-3 മാസത്തെ പാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് നെയ്യാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാൻ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നേരം സമയത്ത് ഒരു 3/4 മണിക്കൂറൊക്കെ പണിയുണ്ട് കേട്ടോ. ഗ്യാസ്മിലായ കാരണം അതിനെ ഇളക്കിയിട്ട് നിൽക്കണം. അങ്ങനെ ഇളക്കിയിട്ട് ഒരു 3/4 മണിക്കൂർ നേരത്തിന് ശേഷം നെയ്യാക്കി എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയട്ടെ. അപ്പോൾ ഇനി അടുത്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴേലും ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.